ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കണം. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഉള്ളത്. എന്നാലാണ് നിങ്ങൾക്ക് തുമ്പ് ഫലം കിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണാൻ നോക്കി കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഹൈ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു നോക്കി. അങ്ങനെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച പാത്രം അമ്മ അവിടെ കഴുകണുണ്ട്. അല്ലാത്ത പാത്രങ്ങളൊക്കെ ആവണത് അപ്പം തന്നെയാണ് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചായ കുടിച്ച പാത്രമാണ് കഴുകാനുള്ളത്. മക്കളൊക്കെ സ്കൂൾ പോയിട്ടുണ്ട്. ചോറും കൂട്ടാനും കറിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുറ്റടിച്ച് വരാനും അടിച്ചു വാരി തുടക്കാനുമാണ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊക്കെ നമ്മൾ പച്ചരി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ ഓരോരോ ടൈമിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന പച്ചരിയാണ് കേട്ടോ. അപ്പോൾ 2 മാസത്തെ പച്ചരി ഉണ്ട്. അപ്പോൾ ഈ ഒരു ചുവപ്പ് പിന്നെ കവറിലുള്ളതുണ്ടല്ലോ, അതിപ്പോൾ ഈ മാസം കൊടുന്നതായിരുന്നു. പിന്നെ അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പച്ചരി തന്നിട്ടുണ്ടായിരുന്നു. നെല്ല് കുത്തിയിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ പൊടിയും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊടിയൊക്കെ ചിലവായി പോയി. പക്ഷേ പച്ചരി ചിലവാകണില്ല കേട്ടോ. അതുകൊണ്ട് ഓട്ടറ ചുട്ടിട്ടൊന്നും ഇഷ്ടമാവണില്ല. ചുവന്നിട്ടുള്ളത് ഒരു സുഖം കിട്ടണില്ല. അപ്പം ഞാൻ ഏതായാലും ഈ ഒരു കൂട്ടത്തിൽ മിക്സ് ആക്കിയിട്ട് അതും കൂടിയാണ് പൊടിപ്പിക്കാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യം ഇതൊക്കെ പിന്നെ ഇപ്പോൾ ഈ മാസം കൊടുന്നിട്ടുള്ള പച്ചരിയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാൻ കേട്ടോ. നമുക്ക് ഓട്ടട ചുടാനും ദോശ പിന്നെ ഇഡ്ഡലി അങ്ങനെയൊക്കെ ചൂടാനും വേണ്ടിയിട്ട് ഇതാ പകുതി പച്ചരിയാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പച്ചരി ഇങ്ങോട്ട് പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഒഴിവാക്കി വെച്ചാൽ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ആ ഒരു പാത്രം നല്ലോണം ആ ടിന്ന് നല്ലോണം തുടച്ചിട്ട് അതിലേക്ക് പുതിയ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഓരോ പാത്രത്തിൽ പിന്നെ ഇട്ടിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറുത്ത പാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാരണം ഈ അരി കഴുകുമ്പോൾ ഞാൻ പറയലുണ്ട് കേട്ടോ. ഈ ഒരു കറുത്തിട്ടുള്ള പാത്രം മക്കൾക്ക് മോനിക്ക് നബിദിനത്തിന് കിട്ടിയതായിരുന്നു കേട്ടോ, സമ്മാനം കിട്ടിയതായിരുന്നു. പക്ഷെ നല്ല ഉപയോഗമായി. പിന്നെ അതിലിട്ട് കഴുകിക്കാണ്ട് ഇങ്ങനെ എടുക്കാൻ കയ്യിൽ പിടിക്കാനുള്ളൊരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഉപകാരമായിട്ടാണ് ഈ ഒരു പാത്രം. ഞാൻ ഇതിന് മാത്രമായിട്ട് എടുത്ത് വെക്കലുണ്ട്. മുളും മല്ലിയും മഞ്ഞളും അരിയൊക്കെ കഴുകല്ല വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് ഈ ഒരു കറുത്തിട്ടുള്ള ഈ ഒരു പാത്രം. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അരി ഇതൊക്കെ കഴുകിയിട്ട് ഇതാ ഊറ്റാൻ വേണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ വെള്ളം ഞാൻ കളയണില്ല കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ബക്കറ്റിലുള്ള അരി ഇതാ കഴുകാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ അരിയൊക്കെ 2 ദിവസം മുന്നത്തെ അരിയാണ് കേട്ടോ. കണ്ടില്ല, ഒരു പൊടിയോ പൊട്ടോ കുത്തനോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ആ അരിയിൽ. പിന്നെയും തോന്നുന്നു ഇപ്പോൾ കൊടുന്ന പുതിയ അരിയിലാണ് പിന്നെയും കുത്തം കാണുന്നത്. അല്ലാത്ത അരിയിലൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അരി കഴുകിയ ഫസ്റ്റത്തെ 2 വെള്ളം ഉണ്ടല്ലോ, 2 പ്രാവശ്യം കഴുകിയ വെള്ളം ഞാനിതാ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം നല്ലതാണ് കേട്ടോ, ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു വളമാണ് ഈ ഒരു അരി കഴുകുക, പച്ചരി അരി ഒക്കെ കഴുകിയിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ഞാനിതൊക്കെ ചെടികൾക്കൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്നായിട്ട് കഴുകി എടുക്കട്ടെ. അപ്പോൾ എളുപ്പമായി കിട്ടാൻ വേണ്ടിയതാ ഈ ടിന്നിൽ കുറച്ച് അത്യാവശ്യം അരി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒന്നാകെ അതിലേക്ക് ഇട്ടിട്ടാണ് കഴുകി എടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അങ്ങനെയാണ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നതിൽ കൂടി ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരിലേക്കും യൂട്യൂബ് റെക്കമെൻഡായിട്ട് വിടുള്ളൂ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ കാണിച്ചു തന്നിട്ടുള്ള അരി ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പച്ചരിയാണ്. ഈ ഒരു മാസത്തെ പച്ചരിയാണ്. അതിൽ ഇതൊക്കെ കണ്ടില്ല, കുറച്ച് കുത്തനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ഇത്രയാണ് കേട്ടോ. 2-3 മാസത്താണ്. നമ്മൾ പച്ചരി ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി പൊടിപ്പിക്കൽ കുറവാണ് കേട്ടോ. അധികം ഇങ്ങനെ റേഷൻ കടയിൽ കിട്ടിയത് 2 മാസത്തെ അങ്ങനെ കിട്ടിയത് അങ്ങനെയാണ്ട് പൊടിപ്പിച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ അതാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ തന്നിട്ടുള്ള പച്ചരി അത് ചുവന്നിട്ടാളുണ്ടാവുക. അപ്പോൾ ഇതും കൂടി നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്നാണ്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല പൊടിയും പൊട്ടും ഉണ്ട് കേട്ടോ. കുത്തനും കാര്യങ്ങളല്ല, നെല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലതാണ്, നല്ല കുറുന്നനുള്ള വെള്ളമാണ്. കഴുകിയിട്ട് ഇങ്ങോട്ട് വെളുപ്പിച്ചെടുത്തുക, നല്ല ചുവന്ന വെള്ളമാണ് ഉള്ളത്.
അപ്പോൾ ഞാൻ പച്ചരി കഴുകിയ വെള്ളമൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. 2 പ്രാവശ്യം കഴുകിയത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കണ്ട് ഒഴിവാക്കിക്കാണ്. ആ ഫസ്റ്റത്തെ 2 വട്ടം കഴുകിയത് എടുത്തിട്ട് അത് നല്ല കുറുന്നനായിട്ടുള്ള വെള്ളമാണ്, നല്ലതാണ്. പിന്നെ വെള്ളം കുറവുള്ളവർക്ക് പിന്നെ വീട്ടിൽ വെള്ളക്കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പിന്നെ ഈ അരി കഴുകിയല്ലേ വെള്ളം എടുക്കുക കേട്ടോ. കാരണം അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം ഓരോരുത്തർ ചെടിയും പച്ചക്കറി ഇതൊക്കെ നനക്കണത് ഇങ്ങനെയൊക്കെ കഴുകി ഇതാക്കുന്ന വെള്ളങ്ങളൊക്കെ അവർ ഒഴിവാക്കാതെ എടുത്ത് വെക്കും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിതാ പച്ചരി കഴുകി ഇടേണ്ട പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒക്കെ ഒന്നുകൊണ്ട് ഒതുക്കി പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി, അതുപോലെ റാക്കുമേലൊക്കെ നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചരി ഇതൊക്കെ 3 പാത്രത്തിൽ 3 ഐറ്റം കളറാണ് കേട്ടോ. പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് ചെറുതായിട്ടൊരു ചുവപ്പ് കളറുള്ള ഒരു പച്ചരിയും പിന്നെ വെള്ള കളറിലുള്ള പച്ചരി ഉണ്ട്. പിന്നെ ഉമ്മ തന്ന നെല്ലുത്തേരിൻ്റെ ചുവന്ന പച്ചരി, ചുവന്ന പൊടി ഉണ്ടാവുമല്ലോ പൊടിപ്പിച്ചാൽ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. നെല്ല് കുത്തിയ അരിയും അങ്ങനെ ആ ഒരു പച്ചരി, അങ്ങനെ 3 ഐറ്റം കളറാണ്. പൊടിപ്പിച്ചാൽ എന്താണ് റിസൾട്ട് എന്നുള്ളത് ഞാനിനി പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിവരം കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 മാസത്തത് ശേഖരിച്ചിട്ടുള്ള പച്ചരിയാണ്. കാരണം നമുക്ക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ എടുക്കാതായിട്ട് അവിടെ പിന്നെ പെൻഡിങ് ആയി കിടന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ പച്ചമുളകിൻ്റെ മുളകും തൈ, ചീനമുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇപ്പോൾ നട്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പൊടി പൊടിപ്പിച്ചത് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടി ഉണ്ടാകുമ്പോൾ പിന്നെ പച്ചരി തൊട്ടേ ഇല്ല, എല്ലാത്തിനും പൊടി തന്നെ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഈ പച്ചരിയൊക്കെ അങ്ങനെ അവിടെ കുന്നുകൂടി നിന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് അവിടെ നിന്നോട്ടെ, പിന്നെ ഇത് കഴിയുമ്പോൾ അങ്ങനെയാണ്ട് പിന്നെ പൊടിക്ക് പൊടിപ്പിച്ചെടുക്കാനും. അപ്പോൾ ഏതായാലും പച്ചരി അവിടെ വെള്ളം വാർക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം വാർന്നു വരാൻ ആ ഒരു സമയം കൊണ്ട് ഇതാകണ മുറ്റം അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പണി എടുത്തിട്ടില്ലായിരുന്നു. കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണവും കൊയ്ക്കൊക്കെ ആയതുകൊണ്ട് ഞാനന്ന് അകം തുടക്കുകയോ അതുപോലെ മുറ്റടിച്ചു വാരി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ദിവസം മുറ്റടിച്ചു വാരാതായപ്പോഴുള്ള നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. നല്ലോണം ഇലയും കാര്യങ്ങളും കൊഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂച്ചിപ്പോൾ നല്ലോണം പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇലയും കാര്യങ്ങളും കൊഴിയണുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ച് മെനക്കെട്ട് തന്നെ ഇരുന്ന് അടിക്കണം കേട്ടോ. എന്നാലാണ് നല്ല പൊടിയും പൊട്ടുണ്ടേ. തെളുത്ത ഇലകളൊക്കെ അതിൻ്റെ കമ്പും ഇതൊക്കെ ആയിട്ട് നല്ലോണം കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ വെയിലിൻ്റെ ഒരു സീസൺ എന്ന് പറയണത്. അപ്പോൾ ആദ്യം ഞാനിതാ ഇവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ അടിച്ചു വാരി എടുക്കുന്നത്. ബാക്ക് ഭാഗം ഒന്നും അടിച്ചു വാരാനൊന്നും നിന്നിട്ടില്ല. കാരണം വെയിലിങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് പിന്നെ അരിക്കൊന്ന് ചിക്കി എടുക്കണം. അങ്ങനെ ഇതാ സിറ്റ് ഔട്ട് ഒന്നാകാണ്ട് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പച്ചരിയൊക്കെ ഒന്ന് ചിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പം ഞാൻ ഈ ഒരു പച്ചരി ഇപ്പോൾ നോമ്പുങ്ങൾക്ക് എന്നൊക്കെയാണ് വിചാരിച്ചിട്ടാണ്ട് കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ച് മിക്കവാറും ഇത് നോമ്പ് മുഴുവനായിട്ട് ഉണ്ടാവില്ലേക്കാരം ഈ ഒരു പൊടി. ഇനിയിപ്പോൾ നോമ്പിന് 1 മാസം കൂടി ഇല്ലേ. അപ്പോൾ ആ ഒരു മാസം പിന്നെ നോമ്പ് 1 മാസം കൂടി 2 മാസത്തിന് കഷ്ടിയേ ഉണ്ടാവുള്ളൂ. എന്തായാലും നോമ്പ് ഒരു 10-20 വരെയൊക്കെ നിൽക്കും ഇക്കാരം പൊടിപ്പിച്ചത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് ഒരു ട്രിപ്പും കൂടി മിക്കവാറും പൊടിപ്പിക്കേണ്ടി വരും ഇക്കാരം. നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതിപ്പോൾ പല ട്രിപ്പിലുള്ള പച്ചരി ആയതുകൊണ്ട് എത്ര കിലോ ഉണ്ട് എന്നൊന്നും എൻ്റെ അടുത്തൊരു പിടുത്തമില്ല കേട്ടോ. ഇനിയിപ്പോൾ മില്ല് കൊണ്ടുപോയി തൂക്കി നോക്കുമ്പോൾ അറിയാം. എന്തായാലും 10 കിലോൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് 10 കിലോൻ്റെ മുകളിൽ ഇപ്പോൾ ആകെ 4 പേരുള്ളൂ. അപ്പോൾ 2 മാസത്തിന് എന്തായാലും ഉണ്ടാവും എന്നാണ്. എന്നാലൊരു സമാധാനമില്ല, നോമ്പിൻ്റെ ലാസ്റ്റിനൊക്കെ ഉണ്ടാവില്ലേ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി മാത്രമല്ല നോമ്പ് 30 ദിവസം കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വേറെ കടികളുണ്ടാക്കും. എന്നാലും അധികം പത്തിരി തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ആദ്യം ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതാ തുണി വിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ അരിയൊക്കെ ഒന്നാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, വിതറി കൊടുക്കുകയാണ്. അങ്ങനെ 3 അരിയും ഇതിൽ തന്നെയാണ് വിതറി കൊടുക്കുകയാണ്. മറ്റേ ഞാൻ പറഞ്ഞാൽ നെല്ലുത്ത അരി ഉണ്ടല്ലോ, അത് ഇതിനോട് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ചിക്കൻ തുടങ്ങിയപ്പോൾ തന്നെ വെയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം പിന്നെ ഈ ഒരു പരത്തെടുക്കണ പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ടതിന് പക്ഷെ കഴുകാനും ഇതിങ്ങനെ ഇതാക്കാനും ഇടാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു അരി ചിക്കി എടുക്കുന്ന പരിപാടി എനിക്കറിയില്ല. അറിയാച്ചാൽ ആ ഒരു ഭംഗിയിൽ ഇങ്ങോട്ട് ആയി കിട്ടൂല. അപ്പോൾ ഏതായാലും ഇതാ അരിയൊക്കെ ചിക്കിയാണ്ട് മുകളിൽ വെയിൽ തട്ടാതിരിക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വെയിലിൻ്റെ ചുവ ഉണ്ടാവും ഈ ഒരു ഫസ്റ്റ് ആ നനഞ്ഞ പാട് ഇങ്ങോട്ട് വെയിൽ തട്ടിയാൽ. അപ്പോൾ അതിന് മുകളിൽ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് വെച്ചിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കാൻ വേണ്ടി ഇതാ മുതൽമേൽ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഓരോരോ പാത്രത്തിൽ ഇങ്ങനെ ഓരോ മാസത്തെ പച്ചരി അങ്ങനെ ഇട്ട് വെച്ചതല്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ പാത്രങ്ങളും കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് കഴുകി വെച്ചാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ പിന്നെ കഴുകിയിട്ട് ഉണക്കി റെഡിയാക്കാൻ നിൽക്കണ്ട. നമുക്ക് കൊടുന്ന സാധനം അതേപടി അയക്കാണ്ട് ഇട്ട് കൊടുക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇട്ടാ പിന്നെ പാത്രത്തിൽ നിന്ന് സാധനങ്ങൾ പിന്നെ എപ്പോൾ തീരണത് അപ്പം തന്നെ കഴുകി ഉണക്കി വെക്കലാണ്. അപ്പോൾ ഏതായാലും അരി അവിടെ സെറ്റായിട്ടുണ്ട്, പാത്രം കഴുകലും അവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അകൊന്ന് അടിച്ചു വാരി തുടക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു പണി കഴിഞ്ഞിട്ട് ഇതിന് നിൽക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അകൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ. അപ്പോൾ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് അകത്ത് കയറിയപ്പോൾ ഭയങ്കര ഇരുട്ടിട്ട് അകെല്ലാം കൂടിക്ക് ഭയങ്കര ചൂടും. അപ്പോൾ തലയിൽ വട്ടക്കെട്ടൊക്കെ കെട്ടിക്കാണ്ട് ഇങ്ങനെ അടിച്ചു തരാൻ നിൽക്കണം. അപ്പോൾ വീഡിയോയിൽ കാണല്ലോ വിചാരിച്ചിട്ട് വേഗം അതൊക്കെ അഴിച്ചിക്കാണ്ട് ഷോളാക്കിയിട്ട് തന്നെ ഇട്ട് കേട്ടോ. അങ്ങനെ അത് അടിച്ചു വരലൊക്കെ അങ്ങനെയാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്നാണ്ട് തുടക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ടീപ്പോയും വാഷ് ബേസും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും തുടക്കാൻ നിൽക്കണ മുന്നായിട്ട് ഇതാ നമ്മളെ അരി എടുത്തപ്പോൾ പിന്നെ കുറച്ചും കൂടി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിട്ടുണ്ടായിരുന്ന. അപ്പോൾ അത് റാക്കൊക്കെ ഒന്നാണ്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ കിച്ചണത്തെ ക്ലീനിങ് ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകലും കൗണ്ടർ ടോപ്പും ടേബിളും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തുടക്കാനും വേണ്ടിയുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതേക്ക് കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതാ പെനോയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ ആദ്യമേ ഉള്ളൂ, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഒന്നാകൊന്ന് നല്ല ഉഷാറാക്കി ഒന്ന് തുടച്ചെടുത്താട്ടെ. അപ്പോൾ ആദ്യം ഞാൻ തുടക്കൽ എൻ്റെ റൂമാണ് കേട്ടോ. പിന്നെ ഉമ്മേൻ്റെ റൂം തുടക്കും, പിന്നെ ലിവിങ് തുറക്കും, പിന്നെ ഡൈനിങ് ഹാൾ തുറക്കും, ലാസ്റ്റാണ് സിറ്റ് ഔട്ട് തുടക്കുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഒരു മാസം കൂടി കണ്ട് കഴിഞ്ഞാൽ പിന്നെ നോമ്പൊക്കെ ആവാനായി, നനച്ചുള്ളിപ്പണീൻ്റെ തിരക്ക് തുടങ്ങാനായി, അങ്ങനെയൊക്കെ ഓരോരോ പണികളിൽ ഏർപ്പെടുന്ന ടൈമായി തുടങ്ങിയല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി, തുടങ്ങാനായോ ഇല്ല? ചിലർ ബറാത്ത് കഴിഞ്ഞതിന് ശേഷം നനച്ചുള്ളിക്ക് നിൽക്കും, ചിലർ ഒരു മാസം മുന്നേ നിൽക്കും. അങ്ങനെ പലരും പല ടൈപ്പിലാണല്ലേ. ഞാനും പിന്നെ ബറാത്തൊക്കെ കഴിഞ്ഞ് നോമ്പിൻ്റെ ഒരു 10 ദിവസം മുന്നെയാണ് കേട്ടോ നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങൽ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിക്കേണ്ടത് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങണം. കാരണം ഇപ്പോൾ പറഞ്ഞാൽ പഴയ പോലത്തെ എനർജിയും കാര്യമൊന്നുമില്ല, വേഗം ക്ഷീണം വരികയാണ് കേട്ടോ. കുറച്ച് പണികൾ അധികം ഭാരമായിട്ട് നമ്മൾ സാധാ ഡെയിലി എടുക്കുന്ന പണീൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ പണികളും കൂടി എടുക്കുമ്പോൾ ഭയങ്കര ക്ഷീണം പറ്റുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറേശ്ശായിട്ട് അങ്ങനെ ഓരോരോ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ്ട് ക്ലീൻ ആക്കി തുടങ്ങണം. എന്നാൽ നമുക്ക് പിന്നെ വീഡിയോയും കൂടി എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തുടങ്ങിയോ, എപ്പോഴാണ് തുടങ്ങുക എന്നൊക്കെയുള്ള കമൻറ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ കാക്ക ഫോൺ വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇതാ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ അകം തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുറ്റം ബാക്ക് ഭാഗം ഞാൻ അടിച്ചു വാരിയിട്ടില്ലായിരുന്നു, ഫ്രണ്ട് ഭാഗം മാത്രമല്ല അടിച്ചു വാരിയതും. അപ്പോൾ പിന്നെ ഇതാ നമ്മളെ കുളിമുറിൻ്റെ ബാക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ട് മൊത്തമായിട്ടൊന്നാണ്ട് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ദിവസം ഒരു ദിവസം അടിച്ചു വാരാതായപ്പോൾ തന്നെ നല്ലോണം എലിയും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടച്ചിട്ടുള്ള മോപ്പും കൂടി ഒന്നിതാ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരിത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ തോരടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ തിരുമ്പാടുന്നതൊക്കെ അവിടെ വിരിച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പൊക്കെ അവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ കാലത്തൊന്നും അടുക്കളയ്ക്ക് വന്നിട്ടില്ലായിരുന്നു. 6:30 ആയ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള റെസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഫുള്ളും നിർത്താതെയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 12:30 മണി, ളുഹുർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിലിട്ടതും ഒക്കെ ഒന്ന് തോരട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് പുതിർത്താനും വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതും അവിടെ വാഷിംഗ് മെഷീനിൽ ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളിനി ഉച്ചക്കത്തെ ചോറ് കഴിക്കുകയാണ് കേട്ടോ. കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് 1:30 മണിയായപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.